എൻ്റെ കയ്യിലിരിക്കുന്നത് മഴവെള്ളമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഈ വെള്ളത്തെ പറ്റിയാണ്. അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വെച്ചിട്ടുള്ള വെള്ളമാണ് ഈ മഴവെള്ളം. മഴവെള്ളത്തിൻ്റെ ശ്രേഷ്ഠതയും ആ മഴവെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ഔഷധ ഗുണങ്ങളും നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ വല്ലുപ്പമാർക്കും വല്ലുമ്മമാർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഈ വെള്ളം ശേഖരിച്ച് ഒരുപാട് കുടിക്കുമായിരുന്നു. ഇന്നത്തെ തലമുറക്ക് ഈ മഴവെള്ളം അതിൻ്റെ ശ്രേഷ്ഠതയോ ഒന്നും അറിയില്ല. മഴ പെയ്യുന്നു, വെള്ളം വരുന്നു, അത് ഒലിച്ചു പോകുന്നു എന്നതിനേക്കാൾ ഉപരിയായി മഴവെള്ളത്തിൻ്റെ ശ്രേഷ്ഠത അറിയില്ല, മഴവെള്ളത്തിൻ്റെ ഗുണങ്ങൾ അറിയില്ല. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ മഴവെള്ളം കുടിച്ചാൽ എന്തൊക്കെ നേട്ടങ്ങളുണ്ട് എന്നതാണ്. നമുക്കൊന്ന് വിശദമായി കേട്ടാലോ? ഈ മഴവെള്ളം കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് കേട്ടു നോക്ക്. ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം, ഏറ്റവും നല്ല വെള്ളം ഏതെന്നറിയോ? 5 വെള്ളങ്ങളാണ് ലോകത്ത് ഏറ്റവും നല്ല വെള്ളം. ഏതൊക്കെയാണ് 5 വെള്ളങ്ങൾ? ആ 5 വെള്ളത്തിൽ ഈ മഴവെള്ളത്തിന് എത്രാമത്തെ സ്ഥാനമാണ്? നമുക്കൊന്ന് കേട്ടാലോ? ഇത് മഴക്കാലമാണ്. മഴക്കാലത്ത് ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. ഒരുപാട് മഴക്കാല രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മഴവെള്ളത്തിൽ നമ്മൾ 1-2 ആയത്തുകളും 1-2 സൂറത്തുകളും 1-2 ദിക്റുകളും പറഞ്ഞ് നമ്മൾ മന്ത്രിച്ചു കുടിച്ചാൽ അത് വല്ലാത്ത എഫക്റ്റീവാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മഴവെള്ളത്തിൽ മന്ത്രിച്ചു കുടിക്കേണ്ട ആയത്തുകളും ദിക്റുകളും ഏതൊക്കെയാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. കൂടാതെ മഴവെള്ളത്തിൻ്റെ നിരവധി നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അവസാനം വരെ കാണണേ. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്നവർ ഒരുപാട് പേര് ദുആ വസിയത്ത് പറയുന്നുണ്ട്. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻ്റ് എഴുതുന്ന ആളുകളുണ്ട്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളിൽ, അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് വേഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ, ഒരു വിചാരണയുമില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. അത്തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു തആല നന്നാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാനിതിപ്പോൾ പറയുന്ന ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് പലപ്പോഴും നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് നല്ല മഴയായിരിക്കും അല്ലേ? ഒരുപക്ഷെ ചിലപ്പോൾ ഇനി വെയിലുള്ള ചിലപ്പോൾ നാടുണ്ടാകും. അപ്പോൾ നല്ല മഴയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മഴ സീസൺ തന്നെയാണ്. ഇപ്പോൾ കർക്കിടകം ആണല്ലോ, മഴ സീസൺ തന്നെയാണ്. അതുപോലെ പല ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ചില ജില്ലകളിൽ റെഡ് അലർട്ട്, യെല്ലോ അലർട്ട്, ഓറഞ്ച് അലർട്ട്, അങ്ങനെ അലർട്ടുകളൊക്കെ മാറി മാറി വരുന്നു. കളക്ടർമാർ ഓരോ ജില്ലകളിലും അവധി പ്രഖ്യാപിക്കുന്നു. അതുപോലെ മഴക്കാല രോഗങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു, പടർന്നു പിടിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഒരു മഴക്കാലത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അല്ലാഹു തആല എല്ലാ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും എല്ലാ പ്രതിസന്ധികളെ തൊട്ടും റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 2-3 ദിവസം മുമ്പ് നിങ്ങൾ ഒരു വാർത്ത വായിച്ചിട്ടുണ്ടാകും. ഉത്തർപ്രദേശ്, UP ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ ഒരു കല്യാണം നടന്നു. എന്തിനാണ് കല്യാണം എന്നറിയോ? കല്യാണം നടക്കുന്നത് മഴ പെയ്യാൻ വേണ്ടിയാണ് കല്യാണം നടക്കുന്നത്. കല്യാണം കഴിച്ചു 2 പേർ. എന്തിന്? മഴ പെയ്യിക്കാൻ. അവർ 2 പേരും കല്യാണം കഴിച്ചാൽ അവരുടെ വിശ്വാസം മഴ പെയ്യുമെന്നാണ്. ഇനി ആരാണ് കല്യാണം കഴിച്ചതെന്നറിയോ? 2 തവളകളാണ്. അതായത് 2 മനുഷ്യന്മാർ കല്യാണം കഴിക്കുന്നത് പോലെ ആ ഉത്തർപ്രദേശ് മാത്രമല്ല, രാജസ്ഥാൻ, അതുപോലെ ആസാം, കർണാടകയിലെ ചില പ്രദേശങ്ങളിലൊക്കെ തവളക്കല്യാണം നടത്താറുണ്ട്. തവളക്കല്യാണം എന്ന് പറഞ്ഞാൽ മഴയില്ലാതെ വരുമ്പോൾ മഴയുടെ ദേവനായ ഇന്ദ്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന കല്യാണമാണ്. ഹൈന്ദവ ആചാരമാണ്, എന്തുമാവട്ടെ, അത് അവരുടെ ആചാരമാണ്, നടക്കട്ടെ. അതായത് ഏത് ദിവസമാണോ കല്യാണം നടക്കുന്നത് അന്ന് രാവിലെ കുറച്ച് സ്ത്രീകൾ പോയി ഒരു പെൺതവളയെ പിടിക്കും, കുറച്ച് പുരുഷന്മാർ പോയി ആൺതവളയെ പിടിക്കും. എന്നിട്ട് ഈ പെൺതവള ഒരു വീട്ടിൽ, പെണ്ണുങ്ങളും ഒരു വീട്ടിലുണ്ടാകും. എന്നിട്ട് ആൺതവളയെ പുതിയ ഉടയാടയൊക്കെ ചുറ്റിച്ച് അതിൻ്റെ കുറിയൊക്കെ ധരിപ്പിച്ച്
വലിയൊരു ആരവത്തോടു കൂടി ആ തവളയെ കൊണ്ടുവരും. എന്നിട്ട് അവരുടെ ഈ ഹൈന്ദവ ആചാരപ്രകാരം രണ്ടുപേരെയും കല്യാണം കഴിപ്പിക്കും. എന്നിട്ട് രണ്ടുപേരെയും ഒരു കുളത്തിലേക്ക് തുറന്നു വിടും. പിറ്റേന്ന് മഴ പെയ്യുമെന്നാണ് ഇവരുടെ വിശ്വാസം. അത് അവരുടെ വിശ്വാസമാണ്, എന്തുമാവട്ടെ നടക്കട്ടെ. നമ്മളിപ്പോൾ മഴയ്ക്ക് വേണ്ടി ദ്വാരക്കുന്നത് പോലെ, നമ്മൾ മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നത് പോലെ അത് അവരുടെ ആചാരമായിരിക്കാം, എന്തുമാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ കേരളത്തിൽ നല്ല മഴയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമുക്ക് തരുന്ന മഴ നമുക്ക് ഉപകാരമുള്ള മഴയാക്കി തരട്ടെ. ഷർറായ അദാബായ മഴയെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്കിവിടെ മഴ ഒരുപാട്, ഈ കേരളം ഉൾപ്പെടുന്ന ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പല പ്രദേശത്തും നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ്. 50 ഡിഗ്രിയിലധികം വെയിലുള്ള ചൂടുള്ള സംസ്ഥാനങ്ങൾ പോലും നമ്മുടെ നാട്ടിലുണ്ടെന്നാണ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടുള്ള വലിയ കാവൽ നൽകണേ അല്ലാ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാനിത് പറഞ്ഞത്, നമുക്കിപ്പോൾ നല്ല മഴ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ മഴ കിട്ടുന്ന സമയത്ത് മഴ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാവാം, ചിലപ്പോൾ അദാബാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ നല്ല മഴ പെയ്യാൻ ഒരുങ്ങുന്നു. ഇങ്ങനെ കാർമേഘമൊക്കെ ഇരുണ്ടു വരുന്നുണ്ട്. അപ്പോൾ മറ്റ് സ്വഹാബിമാരെ വലിയ ആഘോഷത്തിലാണ്, വലിയ സന്തോഷത്തിലാണ്. കുറേ നാളായി മഴ പെയ്തിട്ട്, മഴ പെയ്യുന്നുണ്ടല്ലോ. എല്ലാവരും ഇങ്ങനെ സന്തോഷിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ഇങ്ങനെ ഒരു വലിയ വിഷമത്തോടു കൂടി ഇരിക്കുന്നു. അപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, എന്താ നബി എല്ലാവരും സന്തോഷിക്കുമ്പോൾ നിങ്ങൾ മാത്രം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. എന്താ നബി തങ്ങൾ പറഞ്ഞതെന്ന് പറയുക, ആയിഷ, ഈ വരുന്ന മഴ നല്ലതാണ്, പക്ഷേ ഈ മഴ പലപ്പോഴും അദാബിൻ്റെ മഴയായി മാറാം. ഞാനത് പേടിക്കുകയാണ്. കാരണം മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ അധികരിക്കുമ്പോൾ മഴ അത് അദാബായി മാറും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ പ്രധാനമായും പറയാൻ പോകുന്നത് മഴയെ പറ്റിയല്ല. മഴ നമുക്കൊക്കെ അറിയാം. ഈ മഴവെള്ളം കുടിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് നമ്മുടെ തലമുറ മഴവെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ തന്നെ മഴവെള്ളം കുടിച്ച എത്ര നാളുണ്ടാവും? ഈ വർഷം നമ്മൾ കുടിച്ചോ? മഴവെള്ളം കുടിച്ചോ ആരെങ്കിലും? ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കുടിച്ചിട്ടില്ല. ഇപ്പോൾ എത്രയോ മഴ പെയ്തു, എത്രയോ ദിവസം ഞാൻ കുടിച്ചിട്ടില്ല. കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും കുടിച്ചിട്ടുണ്ടാവും? നമ്മളൊക്കെ പൈപ്പിൽ നിന്ന് വരുന്ന, അതായത് കിണറിൽ നിന്ന് വരുന്ന വെള്ളം, അല്ലെങ്കിൽ നമ്മുടെ ബോർവിൽ നിന്ന് വരുന്ന വെള്ളം, അതൊക്കെ കുടിക്കാൻ പറ്റുന്ന ആ തരത്തിലുള്ള വെള്ളമാണ് കുടിച്ചത്. മഴവെള്ളം, ശുദ്ധമായ മഴവെള്ളം പിടിച്ചിട്ട് അത് നമ്മൾ കുടിച്ചിട്ടില്ല ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുടിച്ചതായിട്ട് തോന്നുന്നത്. എൻ്റെ കാര്യം പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളും അങ്ങനെയാവാം. എന്നാൽ ഒരു 5 വർഷം 10 വർഷം മുമ്പൊക്കെ നമ്മുടെ വീടുകളിൽ മഴക്കാലമാകുമ്പോൾ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഒരു 4 കമ്പ് കുത്തിവെക്കും. എന്നിട്ട് ഒരു വലിയ വെള്ള തുണി ആ 4 കമ്പിലും കെട്ടിയിട്ട് നടുക്ക് ഇങ്ങനെ കുഴിഞ്ഞു വരാൻ വേണ്ടി എന്തെങ്കിലും ഒരു കനമുള്ള വസ്തു വെക്കും. അതിൻ്റെ താഴെ ഒരു ബക്കറ്റോ വലിയ പാത്രമോ വെച്ച് ആ മഴവെള്ളം ശേഖരിക്കുന്ന ഒരു കാഴ്ച ഒരു 10 വർഷം മുമ്പ് വരെ നമ്മുടെ വീടുകളിലൊക്കെ, എൻ്റെ വീട് ഉൾപ്പെടെ, നമ്മുടെ വീട് ഉൾപ്പെടെ എല്ലാ വീട്ടിലും സജീവമായി കണ്ടിരുന്നു. ഇന്നതില്ല. എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമാണ്. അതായത് മഴവെള്ളം കുടിക്കാനുള്ളതാണ് എന്ന ബോധ്യം നമുക്കാർക്കും ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക്. മഴ അങ്ങനെ പെയ്യുന്നു, മഴവെള്ളം കയറുന്നു, വീട്ടിൽ കയറുന്നു, ഭയങ്കര പ്രശ്നം. നമ്മൾ മഴയെ കുറ്റം പറയുന്നു, മഴവെള്ളം എന്താ ഇറങ്ങിപ്പോവാത്തത്, അതിനെപ്പറ്റി പറയുന്നു. പക്ഷേ ഈ മഴവെള്ളം കുടിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങൾ നമ്മൾ എത്രമാത്രം ചിന്തിച്ചിട്ടുണ്ട്? വിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല പറയുന്നു, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തുഹൂറ. അല്ലാഹു ആകാശത്ത് നിന്ന് നമുക്ക് തരുന്ന മഴവെള്ളം, ആ വെള്ളം അത് തുഹൂറൻ, അത് വലിയ ശുദ്ധിയുള്ളതാണ്, വൃത്തിയുള്ളതാണ് എന്ന് മാത്രമല്ല, ഈ ഒരു ആയത്തിനെ ആസ്പദമാക്കിയാണെന്ന് എനിക്ക് തോന്നുന്നു ആയുർവേദത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്. എന്താണ്? ജീവനം ദർപ്പണം ഹൃദ്യം ഹ്ലാദി ബുദ്ധി പ്രമോദനം. എന്തിനെ പറ്റി പറയുന്നതാണ്? മഴവെള്ളത്തെ പറ്റി പറയുന്നതാണ്. അതായത് ഖുർആനിലെ അൻസൽനാ മിനസ് സമാഇ മാഅൻ തുഹൂറ എന്ന ആ ഒരു ആയത്തിനെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. അതായത് അല്ലാഹു തആല നമുക്ക് തരുന്ന മഴവെള്ളം അത് കട്ടി കുറഞ്ഞ വെള്ളമാണ്. വലിയ കട്ടിയുള്ള വെള്ളമല്ല, കട്ടി കുറഞ്ഞ വെള്ളം. മഴവെള്ളം കുടിച്ച ആളുകൾ ഒന്ന് നോക്കിയേ, കട്ടി കുറഞ്ഞ വെള്ളമാണ്. നമുക്കത് കുടിച്ചാൽ ഒരു വല്ലാത്തൊരു തൃപ്തിയുണ്ട്. നമ്മളിപ്പോൾ പൈപ്പിൽ നിന്ന് എടുത്ത് കുടിക്കുന്നത് പോലെയല്ല, മഴവെള്ളം കുടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു തൃപ്തിയാണ്. സംസം വെള്ളം നമുക്ക് കുറച്ച് കുടിച്ചാലും ഒരു വല്ലാത്തൊരു ആശ്വാസം തോന്നൂല എന്നതുപോലെ വല്ലാത്തൊരു തൃപ്തി തരുന്നതാണ്. പിന്നെയോ തണുപ്പുള്ള വെള്ളമാണ്, സന്തോഷം തരുന്ന വെള്ളമാണ്, ആർക്കും ഇഷ്ടപ്പെടുന്ന വെള്ളമാണ്. ചൂടാക്കാതെ അങ്ങനെ തന്നെ നമ്മൾ അങ്ങനെ കുടിച്ചാൽ രോഗങ്ങളെ തടയും, നമ്മുടെ ശരീരത്തിലെ തളർച്ച, ക്ഷീണം മാറും, ചൂടുകുരു മാറാനും ഈ മഴവെള്ളം നല്ലതാണ് എന്ന് ഇന്നത്തെ പഠനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ മഴവെള്ളം, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, കൂടുതലായി അങ്ങോട്ട് കടക്കുന്നില്ല. മഴവെള്ളവുമായി ബന്ധപ്പെട്ട് നമുക്ക് കിതാബുകളിൽ ഒരുപാട് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പഠിച്ച വലിയ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു
പഠിപ്പിച്ചു തരുന്നു 5 വെള്ളങ്ങളാണ് ശ്രേഷ്ഠമായ വെള്ളം എന്നാണ്. പല അഭിപ്രായങ്ങളുണ്ട് ഇതിൽ. അതിൽപ്പെട്ട ഒരു അഭിപ്രായം പറയുന്നു, ഒന്നാമത്തെ ശ്രേഷ്ഠമായ വെള്ളം അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൻ്റെ ഇടയിൽ നിന്നും വന്ന ഒരു വെള്ളമുണ്ട് ഒരു യുദ്ധത്തിൻ്റെ സമയത്ത്. ഇൻഷാ അല്ലാഹ് ആ ഒരു ചരിത്രം മറ്റൊരു അവസരത്തിൽ നമുക്ക് വിശദമായിട്ട് പറയാം. ഒന്നാമത്തെ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ വിരലുകൾക്കിടയിൽ നിന്നും മുഅ്ജിസത്തായി അമാനുഷികതയായി വന്ന വെള്ളമാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം. രണ്ടാമത്തേത് സംസം വെള്ളമാണ്. മൂന്നാമത്തേത് ഹൗലുൽ കൗസറിലെ വെള്ളമാണ്. നാലാമത്തേത് നൈൽ നദിയിലെ വെള്ളമാണ്. ഇന്ന് നൈൽ നദിയിലെ വെള്ളം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അഴുക്കും ഇതൊക്കെ ഉണ്ടാവാം, പക്ഷേ ശുദ്ധമായ വെള്ളമായിരുന്നു, ഏറ്റവും നല്ല വെള്ളമായിരുന്നു നൈൽ നദിയിലെ വെള്ളം. ഇന്നിപ്പോൾ ഫാക്ടറികളും അതും ഇതൊക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ അത് മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അഞ്ചാമത്തേതാണ് മഴവെള്ളം. മഴവെള്ളം അതിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്, ഒരുപാട്. ഇപ്പോൾ മഴവെള്ളം പിടിക്കാറില്ല. ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി മഴ പെയ്യുമ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വീട്ടിൽ മഴവെള്ളം പിടിക്കും, ഞാൻ ഉറപ്പിച്ചിരിക്കുക. കാരണം എൻ്റെ മക്കൾ ഇതുവരെ കുടിച്ചിട്ടില്ല. ഇപ്പോൾ എൻ്റെ മോനിക്ക് 5 വയസ്സാവാൻ പോകുന്നു, അവൻ ഇതുവരെ മഴവെള്ളം കുടിച്ചിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ വാപ്പയും ഉമ്മയൊക്കെ ഞങ്ങൾ മഴവെള്ളം കുടിച്ച കാലം മറന്നു. പണ്ടുള്ള നമ്മുടെ വല്ലുമ്മമാരും വല്ലുപ്പന്മാരും അവരുടെ രോഗങ്ങൾ അവർക്ക് വരാത്തതിൻ്റെ കാരണം തന്നെ ഇന്നിപ്പോൾ 80 വയസ്സ് വരെ നമ്മളൊക്കെ ജീവിക്കുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ? നമ്മുടെ വല്ലുപ്പയും വല്ലുമ്മയൊക്കെ പയറ് പോലെ നടക്കുക. നമ്മളിവിടെ കുടവേറ് വെച്ച് നമുക്ക് ഷുഗർ 30 വയസ്സ് 35 വയസ്സാകുമ്പോൾ തന്നെ BP കൂടുന്നു, ഷുഗർ കൂടുന്നു. നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഉമ്മറപ്പടി നമ്മുടെ വല്ലുപ്പ ഉണ്ടാകും. ചിലപ്പോൾ എന്തെങ്കിലും കൊളസ്ട്രോൾ ഷുഗറൊക്കെ അതിൻ്റെ എന്തെങ്കിലും ഗുളികയൊക്കെ കഴിച്ചു പോകുന്നുണ്ടാകും. അവർ ആ 80 വയസ്സ് വരെ അങ്ങനെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ കാരണമായത് അവരുടെ ഭക്ഷണത്തിൻ്റെയും കുടിക്കുന്ന വെള്ളത്തിൻ്റെയും ആ ഒരു വലിയ പോഷകമായിരുന്നു. അവർ കുടിച്ചിരുന്നത് ഈ മഴവെള്ളമായിരുന്നു. മഴവെള്ളം മഹാന്മാരായ ആളുകൾ മഴ പെയ്യുമ്പോൾ പാത്രങ്ങളിൽ മഴവെള്ളം ശേഖരിച്ചു വെക്കുമായിരുന്നു. മാത്രമല്ല ആ വെള്ളത്തിൽ മന്ത്രിച്ചു കുടിക്കും. അവിടെയാണ് നമ്മുടെ പോയിന്റ്. ആ വെള്ളത്തിൽ മന്ത്രിച്ചു കുടിക്കും. മന്ത്രിച്ചു കുടിക്കാൻ പറ്റിയ ശ്രേഷ്ഠമായ 2 വെള്ളം, ഒന്ന് സംസം വെള്ളമാണ്. സംസം വെള്ളത്തിൽ മന്ത്രിച്ചു കുടിച്ചാൽ പഞ്ചാര കുന്നിന്മേൽ തേൻമഴ പെയ്തതുപോലെ ഒരു ഇരട്ടി നേട്ടം കിട്ടും. സംസം വെള്ളത്തിന് അതിൻ്റെതായ പവിത്രതയുണ്ട്. അതിൻ്റെ കൂടി നമ്മൾ മന്ത്രിച്ചാലോ വല്ലാത്ത ശ്രേഷ്ഠതയാണ്. അതുപോലെ തന്നെ മറ്റു വെള്ളമാണ് മഴവെള്ളം. മഴവെള്ളത്തിൽ മന്ത്രിച്ചു കുടിക്കുക, അതായത് നമ്മൾ സൂറത്തോ ആയത്തോ ദിക്റോ ഒക്കെ ഓതിയിട്ട് ഇശ്വി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിച്ചു കുടിച്ചാൽ വല്ലാത്ത പവർ ഉണ്ടെന്നാണ്. ഇതുപോലെ ഒരു പാത്രം അല്ലെങ്കിൽ ഇതിനേക്കാൾ വലുതോ ബക്കറ്റോ ചരുവമോ അങ്ങനത്തെ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുക്കുക. ഇപ്പോൾ ഇതിനകത്തിപ്പോൾ വെള്ളമുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനിങ്ങനെ സ്പൂൺ കൊണ്ട് കാണിക്കുന്നതാണ് കേട്ടോ. മഴവെള്ളം. അപ്പോൾ ഈ മഴവെള്ളം നമ്മൾക്ക് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതുപോലുള്ള പാത്രം അല്ലെങ്കിൽ ചെറിയ ഗ്ലാസ്സിലായാലും മതി, ഗ്ലാസ്സിലോ നമുക്ക് എടുത്തിട്ട് നമുക്ക് എത്രയാണോ കുടിക്കാൻ ആവശ്യം ആ വെള്ളം എടുത്ത് നമ്മൾ ഈ മഴവെള്ളത്തിൽ നമ്മൾ ഹദ്ദാദ് ഉണ്ടല്ലോ, ഹദ്ദാദ് റാത്തീബ് നമ്മൾ എല്ലാ ദിവസവും ഓതാറുള്ളവരല്ലേ, ഉമ്മമാരൊക്കെ ഓതാറുണ്ട്. ഹദ്ദാദിൽ ഒരുപാട് ഷിഫായിൻ്റെ ആയത്ത് പറയുന്നുണ്ട്. അതുപോലെ ദിക്റുകൾ, ശ്രേഷ്ഠതയുള്ള ദിക്റുകൾ, ഒരുപാട് തസ്ബീഹുകളൊക്കെ പറയുന്നുണ്ട്. എല്ലാം ഉൾക്കൊണ്ടതാണ് ഹദ്ദാദ് റാത്തീബ്. അപ്പോൾ ഹദ്ദാദൊക്കെ നമ്മൾ ഓതിയിട്ട് ഓരോ ദിക്റും ഓതിയതിന് ശേഷം ഇഷ്ഫി എന്ന് നമുക്ക് മന്ത്രിക്കാം. അല്ലെങ്കിൽ ഹദ്ദാദ് മുഴുവനുമായും ഓതിയിട്ട് എത്ര പേരാണോ അവിടെ ഉള്ളത് ആ ഓരോ ആളുകളുടെ കയ്യിലും ഈ പാത്രം ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അവരൊക്കെ ഇഷ്ഫി എന്ന് പറഞ്ഞെ മന്ത്രിക്കട്ടെ. അങ്ങനെ ഓരോ ആളുകളുടെ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മ വാപ്പ നമ്മുടെ ഭാര്യ നമ്മുടെ മക്കള് എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി മൗലൂദ് കഴിക്കുകയോ അല്ലെങ്കിൽ യാസീൻ ഓതലോ അല്ലെങ്കിൽ ഹദ്ദാദ് ഓതലോ എന്താണോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ ഇത് കൊടുക്കുക. അപ്പോൾ ഓരോ ആളുകളും ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് തന്ന് നമുക്ക് ആ വെള്ളം കുടിച്ചാൽ വല്ലാത്ത ശ്രേഷ്ഠതയാണ്. മഴവെള്ളത്തിന് ഒരു അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നൊരു ഫളലുണ്ട്, ഒരു രോഗശമനം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മഴവെള്ളത്തിൽ മന്ത്രിച്ചുകൂടി ഊതിക്കഴിഞ്ഞാൽ അത് വല്ലാത്ത ശ്രേഷ്ഠതയാണ്. വിശുദ്ധമായ ഖുർആനിലെ നിരവധി ആയത്തുകളുണ്ട്. നിരവധി ആയത്തുകൾ നമ്മളത് ഓതി മഴവെള്ളത്തിൽ മന്ത്രിച്ചു കുടിച്ചാൽ വല്ലാത്ത ശ്രേഷ്ഠതയുണ്ട്. അതായത് മഴവെള്ളത്തിൽ മന്ത്രിച്ചു കുടിച്ചാൽ അസുഖങ്ങൾ ശിഫയാകുമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ച നിരവധി ആയത്തുകളുണ്ട് അല്ലേ. വഖുർ റബ്ബിഗ്ഫിർ വർഹം വഅന്ത ഖൈറുർ റാഹിമീൻ, റബ്ബിഗ്ഫിർ വർഹം വഅന്ത ഖൈറുർ റാഹിമീൻ എന്ന ആയത്ത്. അതുപോലെ തന്നെ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സൂറത്ത് യാസീനിലെ ആയത്താണ്. ആ ഒരു ആയത്ത് വല്ലാത്ത ശ്രേഷ്ഠതയുള്ള ആയത്താണ്. അത് നമുക്കിങ്ങനെ ഊതാം. ഷ്വി എന്ന് പറഞ്ഞ് നമുക്ക് ഊതി മന്ത്രിച്ചു കുടിക്കാം. നമ്മളെ ഇങ്ങനെ ഊതുമ്പോൾ ഫൂ എന്ന് പറഞ്ഞ് വെള്ളത്തിൽ ഊതല്ല, ഫൂ എന്ന് പറഞ്ഞ ഊതലല്ല, ഊതിയിട്ട് കുടിക്കാൻ പാടില്ലെന്നാണ്. ഊതലല്ല, ഫൂ എന്ന് പറഞ്ഞ ഊതലല്ല, ഇഷ്ഫി എന്നാ പറയാം. ഇഷ്ഫി എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ നീ ഷിഫയാക്കണേ എന്നർത്ഥം. അതിന്നും പല ആളുകളും തിരിഞ്ഞിട്ടില്ല. വെള്ളത്തിൽ ഊതി കുടിക്കുന്നു, വെള്ളത്തിൽ ഊതുകയല്ല, അതിൽ മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ഫി എന്ന് പറയലാണ്.
അപ്പോൾ മഴവെള്ളം ഇതുപോലുള്ള ഒരു പാത്രത്തിലൊക്കെ എടുത്ത് നമുക്ക് ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ മൗലിദ് കഴിക്കാനോ അല്ലെങ്കിൽ യാസീൻ ഓതാനൊക്കെ ഉസ്താദുമാർ വരും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ മാത്രം ഒരുമിച്ച് കൂടുന്ന സന്ദർഭങ്ങളിലൊക്കെ യാസീനോ അല്ലെങ്കിൽ ഹദ്ദാദൊക്കെ ഓതിയിട്ട് നമുക്കിങ്ങനെ മഴവെള്ളത്തിൽ ഇഷ്ഫി എന്ന് നമുക്ക് എല്ലാവർക്കും മന്ത്രിച്ചിട്ട് എല്ലാവർക്കും ഇങ്ങനെ കയ്യിൽ കൊടുക്കുക, അവരൊക്കെ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് നമുക്കിത് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഈ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ മഴവെള്ളം നമ്മൾ ഒരിക്കലും പാഴാക്കരുത്, മഴവെള്ളം പാഴാക്കരുത്. ഇപ്പോൾ നമ്മുടെ മഴവെള്ളം ശേഖരിക്കാൻ വേണ്ടിയുള്ള വലിയ ടാങ്കുകളൊക്കെ ഇപ്പോൾ പല ആളുകളും പണിയുന്നുണ്ട്, ആയിക്കോട്ടെ, അതൊക്കെ വലിയൊരു നല്ല കാര്യമാണ്. പരമാവധി നമ്മൾ ഈ മഴവെള്ളം തന്നെ ഈ ഒരു മഴക്കാലത്ത് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഈ പൈപ്പ് വെള്ളമൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഈ എറണാകുളം ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്ക് ആലുവ പുഴയിലെ പെരിയാറിലെ വെള്ളമാണ് ശുദ്ധീകരിച്ച് വരുന്നത്. ഈ ആലപ്പുഴ എൻ്റെ നാടായ ആലപ്പുഴ ജില്ലയിൽ കിട്ടുന്നത് ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്നും പറഞ്ഞ് മൂവാറ്റുപുഴയാറിൽ നിന്നും കിട്ടുന്ന വെള്ളമാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുടിക്കുമ്പോൾ നല്ല ക്ലോറിൻ്റെ ചുവ ഉണ്ടാവും. അതൊക്കെ ഒരുപാട് ക്ലോറിനും ഒക്കെ കലർത്തിയിട്ട് വരുന്ന വെള്ളമാണ്. ഇതെന്നൊക്കെ പറഞ്ഞാൽ ആകാശത്ത് നിന്ന് നേരിട്ട് നമുക്ക് കിട്ടുന്ന വെള്ളമാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ഫളിലുള്ള വെള്ളമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞാനും ഇനി അത് ശ്രദ്ധിക്കും, നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കും. കാരണം നമ്മളൊക്കെ ഇത് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് മഴവെള്ളവുമായി ബന്ധപ്പെട്ട ഈ കാര്യം. അപ്പോൾ ഇൻഷാ അല്ലാ ശ്രദ്ധിക്കുക. മഴവെള്ളം നമുക്ക് ഇതുപോലുള്ള പാത്രങ്ങളിലൊക്കെ ശേഖരിച്ച് നമുക്ക് കുടിച്ചാൽ അത് വല്ലാത്ത രോഗത്തിന് ശിഫയാണ്, നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാനും ഒക്കെ ഇത് നല്ലതാണ്. ചർമ്മത്തിന് നമ്മുടെ മക്കളുടെയും നമ്മുടെയൊക്കെ ഈ തൊലി ചർമ്മത്തിന് അതിൻ്റെ കളർ കിട്ടാനൊക്കെ നല്ലതാണ് എന്ന് ഒരുപാട് ഇതിൻ്റെ സയൻറ്റിഫിക്കലായ വശങ്ങൾ നമുക്ക് ഡോക്ടർമാർ പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് മഹത്തുക്കൾ പറഞ്ഞു തരുന്നു. മഴവെള്ളത്തിൽ ബുറുദ ഓതുക. ബുറുദ ഉണ്ടല്ലോ, ബുറുദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയുള്ള കാവ്യ സമാഹാരമാണ് ബുറുദ അല്ലേ. അമിൻ തദക്കുറുജി റനിം ബിദി സലമി മസജ്തദം അൻജറാ ബിമുഖലത്തിൻ ബിദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ ബുർദ നമ്മൾ ഓതി അതിൽ മന്ത്രിച്ച് ആ വെള്ളം കുടിച്ചാൽ, അതുപോലെ ദിക്റുകളോ അല്ലെങ്കിൽ ഖുർആൻ ആയത്തുകളോ നമ്മൾ ഓതി അതിൽ ഊതി മഴവെള്ളത്തിൽ ഊതി നമ്മുടെ കുട്ടികളെ കുടിപ്പിച്ചാൽ അല്ലെങ്കിൽ രോഗികളായ ആളുകൾക്ക് കൊടുത്താൽ അവർക്ക് ആത്മീയപരമായും അതുപോലെ തന്നെ ശാരീരികപരമായും ആരോഗ്യപരമായും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് ഒരുപാട് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്താ നബി തങ്ങൾ പറയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു, മഴവെള്ളത്തിൽ 70 ഫാത്തിഹ, 70 ആയത്തുൽ കുർസി, 70 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, 70 പ്രാവശ്യം സൂറത്തുൽ ഫലക്ക്, 70 പ്രാവശ്യം സൂറത്തുൻ നാസ്. അപ്പോൾ ഇത്രയും സൂറത്തുകൾ 70 പ്രാവശ്യം വെച്ച് ഓതി അതിൽ മന്ത്രിച്ച് ഊതി ആ വെള്ളം കുടിച്ചാൽ അതിന് വലിയ ശിഫ ഉണ്ട്. 7 ദിവസം തുടർച്ചയെ സുബഹിൻ്റെ സമയത്ത് ഈ വെള്ളം കുടിച്ചാൽ അവൻ്റെ മാംസത്തിൽ നിന്നും അവൻ്റെ എല്ലിൽ നിന്നും എന്തെല്ലാം രോഗങ്ങളുണ്ടോ അത് മുഴുവനും അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം മഴവെള്ളം ഇൻഷാ അല്ലാ ഇന്ന് തൊട്ട് നമ്മളത് കുറച്ചാണെങ്കിലും ശേഖരിച്ച് നമ്മുടെ മക്കൾക്ക് അതിൽ ആയത്തുൽ കുർസിയോ അല്ലെങ്കിൽ അതിൽ ഫാത്തിഹയോ ഇഖ്ലാസോ അറിയാവുന്ന സൂറത്തോ അല്ലെങ്കിൽ ദിക്റുകളോ നമ്മൾ ഓതി അതിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് നമ്മുടെ കുടിച്ചാൽ നമ്മുടെ മക്കൾക്ക് കൊടുത്താൽ അത് വല്ലാത്തൊരു ഔഷധമാണ്. പിന്നെ നമുക്ക് വീണ്ടും കാണാം സൂറത്തുൽ അഅല. സൂറത്തുൽ അഅല സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, ആ സൂറത്തുൽ അഅല. അതുപോലെ സൂറത്തു ശറഹ് അലം നശ്റഹ് സൂറത്ത്, അതുപോലെ സൂറത്തുൽ ഖദർ, അതുപോലെ സൂറത്തുൽ കാഫിറൂൻ. അതോടൊപ്പം 4 സൂറത്തായി. ഒന്ന് സൂറത്തുൽ അഅല, സൂറത്തു ശറഹ്, സൂറത്തുൽ ഖദർ, സൂറത്തുൽ കാഫിറൂൻ, 4 സൂറത്തും. അതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ. അതുപോലെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഇസ്തിഗ്ഫാർ. അതുപോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് وعلى آله وصحبه وعلى جميع الأنبياء والمرسلين والملائكة المقربين والكل وسائر التابعين എന്ന് നമ്മൾ 70 പ്രാവശ്യം വീതം പറഞ്ഞ് മഴവെള്ളത്തിൽ മന്ത്രിച്ച് കുടിച്ചാൽ ശാരീരികമായ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരും. എത്രത്തോളം കുട്ടികൾ ഉണ്ടാവാത്ത ആളുകൾക്ക് പോലും അവർക്ക് ഖൈറായ സന്താനങ്ങൾ ഉണ്ടാവാൻ ഇത് കാരണമാണെന്ന് പോലും നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നു. ഒന്നുകൂടി ഞാൻ പറയാം. സൂറത്തുൽ അഅല, സൂറത്തു ശറഹ്, അതുപോലെ സൂറത്തുൽ ഖദർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, സൂറത്തുൽ ശറഹ് എന്ന് പറഞ്ഞാൽ അലം നശ്റഹ് സൂറത്ത്, പിന്നെ സൂറത്തുൽ കാഫിറൂൻ, ഈ 4 സൂറത്ത്.
അതുപോലൊപ്പം തന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ആ ഒരു ദിക്ർ. അതുപോലെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ആ ഒരു ദിക്ർ. പിന്നെ ഒരു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽ മലായികത്തിൽ മുഖറബീന വൽ കുല്ലി വസാഇരി താബിഈൻ എന്ന സ്വലാത്തും. ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും 70 പ്രാവശ്യം വീതം നമ്മൾ ഓതി മഴവെള്ളത്തിൽ മന്ത്രിച്ചു കുടിച്ചാൽ എത്രത്തോളം നമുക്ക് എല്ലാ രോഗങ്ങളും ശിഫയാകും. അതുപോലെ തന്നെ ഈ കൗണ്ട് കുറയുമ്പോഴാണ് നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കൗണ്ട് കുറയുക പ്രശ്നമുണ്ടാകുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകും. ഈ കുട്ടികൾ ഉണ്ടാവാത്തവർക്കുള്ള കാരണം പറയുന്നത് കൗണ്ട് ഇല്ല എന്നാണ്. അപ്പം അത്തരത്തിൽ കൗണ്ട് ഉണ്ടാവാൻ, ആ ഒരു പ്രയാസ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഈ ഒരു കാര്യം ചെയ്താൽ മതി. ഇതൊക്കെ നമുക്ക് കിതാബിൽ കാണാം. വീണ്ടും ഒരുപാടുണ്ട്. സൂറത്ത് യാസീൻ ഓതിയാൽ, സൂറത്തുൽ ഫതഹ്, സൂറത്ത് മുഹമ്മദ്, ഇതൊക്കെ നമ്മൾ സ്ഥിരമായി ഓതുന്ന സൂറത്തുകളാണ്. ആ സൂറത്തൊക്കെ ഓതുമ്പോൾ ഒരു ഗ്ലാസ് മഴവെള്ളം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, മുമ്പിൽ വെക്കുക. എന്നിട്ട് നമ്മളത് ഓതിയിട്ട് ഇശ്വ എന്ന് പറഞ്ഞ് അതിൽ നമ്മൾ മന്ത്രിക്കുക. എന്നിട്ട് നമുക്കറിയാവുന്ന ചില ആയത്തുകളോ അതുപോലെ തന്നെ സൂറത്തുകളെയൊക്കെ ഓതിയിട്ട് നമ്മൾ അതിൽ മന്ത്രിച്ചു കുടിച്ചാൽ 70 പ്രാവശ്യം വീതം ഓതണമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഓതിയിട്ട് അതിൽ ഇശ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് നമ്മൾ കുടിച്ചാൽ വല്ലാത്ത നേട്ടമാണ്. അപ്പം ഇൻഷാ അല്ലാഹ് മഴവെള്ളം, അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. മഴവെള്ളം അത് നമ്മൾ ശേഖരിക്കുമ്പോൾ എങ്ങനെ ശേഖരിക്കും, ഞങ്ങൾക്ക് എങ്ങനെ പറ്റും? ഇപ്പോൾ നമുക്ക് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു സ്റ്റൂൾ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെക്കുക. ഒരു സ്റ്റൂൾ വെച്ച് അതിൻ്റെ മുകളിൽ പാത്രം വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മറ്റേ കാക്കയോ അതൊന്നും കുടിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഒരു വെള്ള തുണി വെക്കാം. എന്നിട്ട് അതിൽ വീഴട്ടെ. മഴവെള്ളം വീഴുമ്പോൾ അത് നമുക്ക് അരിച്ചെടുക്കാം. നോക്കുക എന്തെങ്കിലും അഴുക്കുണ്ടോ, ഇല്ല, അത് നമുക്ക് കുടിക്കാം. കാരണം അത് വല്ലാത്ത പ്യുവർ വെള്ളമാണ്. അല്ലാഹു തആലയുടെ അടുക്കൽ നിന്നും നേരിട്ട് വരുന്ന വെള്ളമാണ്. ആകാശത്ത് നിന്ന് വരുന്ന വെള്ളമല്ലേ. അത് വല്ലാത്ത ശ്രേഷ്ഠതയുള്ള അള്ളാഹുവിൻ്റെ ഒരു ഫളിലാണ്. ഖുർആൻ തന്നെ പറഞ്ഞത് തൊഹൂറാണ്, അത് ശുദ്ധിയാണ്. അത് കുടിക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ്. വെള്ളം നമ്മുടെ മക്കൾക്ക് കൊടുക്കാം. സ്കൂളിൽ പോകുമ്പോൾ അത് ബോട്ടിലാക്കി കൊടുക്കാം. അത് തിളപ്പിച്ച് തന്നെ കുടിക്കണം, അങ്ങനെയൊന്നുമില്ല. തിളപ്പിച്ച് കുടിച്ചാലും കുഴപ്പമില്ല, പക്ഷെ അത് പച്ചക്ക് കുടിക്കലാണ് ഏറ്റവും നല്ലത്. മഴവെള്ളം ശേഖരിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓടിൽ നിന്നോ ടെറസിൽ നിന്നോ സൺഷെയ്ഡിൽ നിന്നോ ഒക്കെ ഒലിച്ചിറങ്ങി വരുന്ന മഴവെള്ളമല്ല, അത് ശേഖരിക്കുക. ഒരുപാട് അഴുക്കനകത്ത് ഉണ്ടാകും. അതല്ല, നമ്മൾ നേരിട്ട് പിടിക്കുക. വലിയൊരു പാത്രത്തിൽ നമ്മൾ പിടിക്കുക. ഇപ്പോൾ നമ്മൾ ചെറിയ പാത്രങ്ങൾ കൊണ്ടുപോയി നമ്മൾ തറയിൽ വെച്ചാൽ ചിലപ്പോൾ അഴുക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പൊക്കത്തിൽ ഒരു സ്റ്റൂളോ കസേരയോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു വലിയ പാത്രം വെക്കുക, അതിലേക്ക് പിടിക്കുക. മഴ വരുമ്പോൾ ഇനി അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. ആ വെള്ളം കുടിക്കുക. അത് വല്ലാത്തൊരു പവറുള്ള വെള്ളമാണ്. അള്ളാഹ് നമുക്ക് അനുഗ്രഹിച്ചു തന്നൊരു വെള്ളമാണ്. സോ അത് ഞങ്ങൾക്ക് ടെറസിൽ ഞങ്ങൾ ഓട് വീടാൻ വേണ്ട, നിങ്ങൾക്ക് ടെറസ് വേണ്ട, നിങ്ങൾക്ക് മുറ്റുണ്ടല്ലോ. മുറ്റുണ്ടാവുമ്പോൾ അതിൽ മരവും ഒന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു സ്റ്റൂളോ ഒരു പൊക്കമുള്ള സാധനം വെക്കുക. അതിൻ്റെ മുകളിൽ നമുക്ക് പാത്രം വെച്ചിട്ട് നമുക്ക് വെള്ളം പിടിക്കാം. ബക്കറ്റോ ചരുവമോ അല്ലെങ്കിൽ ബേസനോ വലിയ പാത്രമോ ചെമ്പോ എന്താന്ന് വെച്ചാൽ അതിൽ നമുക്ക് വെള്ളം പിടിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇത് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കും മഴവെള്ളം. ഇങ്ങനെ ഒരു പവർ കൂടിയുണ്ട്. പക്ഷെ ഒരുപാട് നാൾ വെക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പരമാവധി ഇത് വേഗത്തിൽ ഉപയോഗിച്ച് തീർക്കുക. അപ്പോൾ മഴവെള്ളവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പറയാത്ത ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റൊരു അവസരത്തിന് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പറയാം. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, പണ്ട് നമ്മുടെ ആളുകൾ ശ്രദ്ധിച്ചിരുന്ന കാര്യം ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഈ കാര്യം ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹുവേ പടച്ചവൻ ഒരുപാട് പേരാണ് ഞങ്ങളോട് ദുആരക്കാനും പറഞ്ഞത്. ആരൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ദുആ വസിയത്ത്, എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.